എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ടൗൺഷിപ്പിലെ മാതൃകാ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പേര് പോലെ തന്നെ മാതൃകാ വീട് തന്നെയാണ്. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും കൂടിയുള്ള വീടാണ് ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിൽ ഒരുക്കുന്നത്. അതിൻ്റെ മിനുക്കുപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വീട് സന്ദർശിക്കുന്നതിനായി CPIMൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറി കൂടിയായ K റഫീഖ് കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് പോകുന്നു ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ? എങ്ങനെ പോകുന്നു? നിർമ്മാണ പ്രവർത്തനം ഈ മാതൃകാ വീടിൻ്റെ നിർമ്മാണം ഇന്നത്തോടുകൂടി പൂർത്തിയാവും. ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്യേണ്ട വർക്ക് മാത്രമാണ് അവശേഷിക്കുന്നത്. അതിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ 100-200ഓളം വീടുകളുടെ ഫൗണ്ടേഷൻ വർക്കുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ആ വീടുകളും വളരെ ത്വരിതഗതിയിൽ തന്നെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നിർമ്മാണം നടക്കുകയാണ്. നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളൊരു പ്രതിസന്ധി കാലാവസ്ഥയുടെ ഇന്നിപ്പം മഴയാണ്. അപ്പോൾ ഈ നിലയിൽ ഒരു 110 ദിവസത്തോളമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് നമുക്ക് ലഭിച്ചത്. ആ 110 ദിവസത്തിനിടയിൽ 70 ദിവസത്തിലധികം മഴയായിരുന്നു വയനാട്ടിൽ ഈ പ്രദേശത്ത്. അതിൻ്റെതായ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാതൃകാ വീട് വളരെ മനോഹരമായ ഒരു വീടാണ്. അപ്പോൾ തീർച്ചയായും അടുത്ത മറ്റ് വീടുകളുടെ വർക്ക് കൂടെ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ദുരന്തബാധിതർക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് നൽകുക എന്ന് തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. സമരവും പ്രതിഷേധങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ദുരന്തത്തിന് ശേഷമുള്ള സർക്കാരിൻ്റെ നടപടികളെ കാണുന്നത്? അല്ല, സമരം നടത്തുന്നവർ നമുക്കറിയാലോ. ഇപ്പം UDF പ്രതിപക്ഷ പാർട്ടികൾ സമരം നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമായി ദുരന്തത്തെ പോലും ആ നിലയിൽ കാണുന്നു എന്നതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ആ UDFൻ്റെ ആളുകൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഇവിടെ നടന്നു? ഇപ്പം കോൺഗ്രസ് വീടുകൾ പ്രഖ്യാപിച്ചു, സ്ഥലം പോലും എടുത്തിട്ടില്ല. മുസ്ലിം ലീഗ് ജനങ്ങളിൽ നിന്ന് ആപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചുകൊണ്ടാണ് പിന്നെ അവിടെ വീട് നിർമ്മാണം പറഞ്ഞത്. പക്ഷേ അവരെടുത്ത സ്ഥലത്തെ സംബന്ധിച്ച് വസ്തുതകൾ ഇപ്പോൾ പുറത്തു വന്നല്ലോ. തോട്ടഭൂമിയാണെന്ന് മാത്രമല്ല, ഈ 15,000-നും 25,000-നും കിട്ടേണ്ട സ്ഥലമാണ് 1,25,000 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ജനങ്ങളുടെ പണമാണ്, ലീഗിൻ്റെ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ല. കോൺഗ്രസ് ആ നിലയിൽ സ്ഥലം ഇതുവരെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള അതിൽ നടന്നിട്ടുള്ള അഴിമതിയെക്കുറിച്ച് പറയുന്നത് CPIM ഇടതുപക്ഷ പാർട്ടികളോ അല്ല, യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്. അപ്പോൾ ആ നിലയിലാണ് അവരൊരു സ്ഥിതി. എന്നാൽ അതെല്ലാം മറച്ചു വെക്കാൻ വേണ്ടി ഗവൺമെൻറ് കുറ്റപ്പെടുത്തുകയാണ്. ഗവൺമെൻറ് രക്ഷാപ്രവർത്തനം തുടങ്ങി പെർമനൻ്റ് പുനരധിവാസം വരെയുള്ള പ്രവർത്തനങ്ങളിൽ ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ ഘട്ടത്തിലും നമ്മളത് കണ്ടതാണ്. ഈ ദുരന്തബാധിതരെ രക്ഷാപ്രവർത്തനം, പിന്നീട് ക്യാമ്പുകളിൽ ആവശ്യമായ എല്ലാ പ്രവർത്തനവും, അതിനുശേഷം താൽക്കാലിക പുനരധിവാസം 6,000 രൂപ വെച്ച് പ്രതിമാസം വാടക നൽകിക്കൊണ്ട് താൽക്കാലിക പുനരധിവാസം സാധ്യമാക്കി. പിന്നീട് ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് പ്രതിദിനം 300 രൂപ വെച്ച് ഒരു കുടുംബത്തിൽ 2 പേർക്ക്, ചില കുടുംബങ്ങളിൽ 3 പേർക്ക് വരെ പണം നമ്മൾ കൊടുക്കുകയാണ് ഗവൺമെൻറ്. ആ നിലയിൽ എല്ലാ മേഖലയിലുമുള്ള മരണപ്പെട്ടവരുടെ 8 ലക്ഷം രൂപ വെച്ച് കൊടുത്തതായാലും കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തിയതായാലും ഇങ്ങനെ സമാനതകളില്ലാത്ത നിലയിലാണ് കേരളത്തിലെ ഗവൺമെൻറ് ദുരന്തബാധിതരെ ചേർത്ത് നിർത്തിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് നമ്മുടെ പെർമനൻ്റ് പുനരധിവാസം. അതിനുവേണ്ടി കണ്ടെത്തിയ സ്ഥലം നമുക്കറിയാം. ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സായിട്ടുള്ള കൽപ്പറ്റയിലെ ഹൃദയഭാഗത്താണ് ഇത് നിർമ്മിക്കുന്നത്. അത് വീട് നിർമ്മിക്കുക എന്നതല്ല, വീടിനോടൊപ്പം തന്നെ മറ്റ് സൗകര്യങ്ങൾ കൂടെയുള്ള ലോകോത്തര നിലവാരമുള്ള മാതൃകാ ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്നത്. ആ നിലയിൽ ഗവൺമെൻറ് ദുരന്തബാധിതരെ ചേർത്ത് നിർത്തുക എന്ന ഉത്തരവാദിത്വം വളരെ കൃത്യമായി നിർവഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചോദ്യം കൂടി, അതായത് ഈ ജനങ്ങളുടെ ഇടയിൽ എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് ഈ ഒരു വർഷത്തിനിടെ വായിച്ചെടുക്കാൻ? അല്ല, ജനങ്ങൾ വളരെ കൃത്യമായി സർക്കാരിനൊപ്പം നിൽക്കുകയാണ്. സർക്കാരിനെ ഇത്രയേറെ സമാനതകളില്ലാത്ത ഇടപെടൽ ദുരന്തബാധിതർക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി വലിയ ശ്രമം കോൺഗ്രസും UDFും ലീഗുമെല്ലാം നടത്തുമ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ നടത്തുമ്പോഴും കേരളത്തിലെ ഗവൺമെൻറ് ഇവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പോകുന്നത് എന്ന് ജനങ്ങൾക്കറിയാം. മാത്രമല്ല, നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ്റിനോ നയാ പൈസ പോലും തരാതെയാണ് ഈ ദുരന്തബാധിതരോട് മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറിയിരിക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളും നമുക്കറിയാം. ബീഹാറിലിപ്പോൾ ദുരന്തം ഉണ്ടാകുന്നതിന് തടയാൻ വേണ്ടി 11,000 കോടിയാണ് കൊടുക്കുന്നത്. 25 പേർ മരിച്ച ത്രിപുരയ്ക്ക് വലിയ രൂപത്തിലുള്ള പണം കൊടുത്തുകൊള്ളട്ടെ, നമുക്കതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഒരു നയാ പൈസ തരുന്നില്ല. ആ നിലയിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴും നേരത്തെ തന്നെ കേന്ദ്രം തുടരുന്ന സാമ്പത്തിക ഉപരോധം തുടരുമ്പോഴും അതൊന്നും പരിഗണിക്കാതെ ഈ ദുരന്തബാധിതരെ ചേർത്ത് നിർത്തിക്കൊണ്ട നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. അക്കമിട്ട് നിരത്തി പറയാൻ കഴിയുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്. ആ യാഥാർത്ഥ്യം ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം കേരളത്തിലെ സർക്കാരിനോട്
പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനത്തിൽ ഉള്ളത് എന്ന് തന്നെയാണ് നമ്മുടെ അനുഭവം. ഏതായാലും കെ റഫീഖ് ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങളെല്ലാം പുറത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ അനുഭവസ്ഥർ എന്ന് പറയുന്നത് ജനങ്ങളാണ്, ഇവിടെ ദുരന്തം ബാധിച്ചവരാണ്. അവരതുകൊണ്ട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ അതേ രീതിയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളായി തന്നെ കാണുന്നുണ്ട്. അവർക്ക് ഏത് സഹായത്തിനും ഓടിയെത്തുന്ന ഒരു സർക്കാരായി തന്നെ സർക്കാരിനെ കാണുന്നുണ്ട്. അക്കാര്യം കൂടിയാണ് കെ റഫീഖ് ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും എൽസ്റ്റൺ എസ്റ്റേറ്റിലെ മാതൃകാ വീട് എന്ന് പറയുന്നതിന് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ സർക്കാർ മാതൃകാ പുനരധിവാസത്തിൻ്റെ ലോകോത്തര പുനരധിവാസം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ഉദാഹരണമായി ഇവിടെ ആദ്യ മാതൃകാ വീട് ഉയർന്നു നിൽക്കുകയാണ്. എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് ഈ വീട് ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടിയുള്ള വീട് നിർമ്മാണം, ആദ്യ വീടിൻ്റെ നിർമ്മാണം അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ സമാനമായ 410 വീടുകളാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുങ്ങുന്നത്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ കൂടി ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്.